ഇത് വലിയൊരു ദുഃഖമാണ് ആ കുടുംബത്തിന് പ്രദാനം ചെയ്യുന്നത്, ആ വ്യക്തിക്ക്, കേൾക്കുന്ന നമ്മൾക്ക് പോലും. ഈ വ്യക്തി അതൊക്കെ സംയമനത്തോടെ നേരിടുവാനായിട്ട് ശ്രമിച്ചു. മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ദൈവം തരുന്ന ആ ജീവിതം, ദൈവിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് എത്രമാത്രം മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് പറ്റുമോ അത്രയുമൊക്കെ കൊണ്ടുപോകുവാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. കുറച്ചു നാളുകൾ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ജീവിത പങ്കാളിയോട് ഈ വ്യക്തി പറയുന്നത് ഇപ്രകാരമാണ്: എനിക്കിനി അധികം നാളുകൾ ജീവിക്കാനില്ല എന്ന് നിനക്കറിയാമല്ലോ. മരുന്നിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ ബലം കൊണ്ട് ഇങ്ങനെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. നീ ഒരു കാര്യം ചെയ്യണം. നിനക്ക് നല്ലൊരു പ്രൊഫഷൻ ഉണ്ടല്ലോ, വീടിനടുത്ത് നല്ലൊരു ജോലി ഉണ്ടല്ലോ, നീ ദൂരങ്ങളിലേക്ക് ജോലി തേടി പോകണം. അതായത് നീ എന്നെ പതുക്കെ പതുക്കെ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറാകണം. എനിക്ക് കുറച്ചു നാളുകളെ ജീവിതമുള്ളൂ. നിന്റെ ജീവിതം മുമ്പോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഏതായാലും എന്നെ ഒന്നിനും സുഖപ്പെടുത്തുവാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നിന്റെ ജീവിതം സുന്ദരമായി തീരണം. നീ പതുക്കെ പതുക്കെ എന്നിൽ നിന്ന് അകന്നു പോകണമെന്ന് ഈ ജീവിത പങ്കാളി പറയുകയാണ്. ഇത് കേട്ട മാത്രമേ ഈ സഹോദരിക്ക് ഭയങ്കര വിഷമവുമായി. അവൾ അദ്ദേഹത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ കുറച്ചു നാളുകൾ മാത്രമേ ഈ ഭൂമിയിൽ നിങ്ങളോടൊപ്പം ജീവിച്ചുള്ളൂ എങ്കിൽ പോലും എനിക്ക് അത് മതി. കാരണം ആ കുറച്ചു നാളുകൾ തന്ന നല്ല ഓർമ്മകൾ, നല്ല ദിവസങ്ങൾ, അതുമാത്രം എനിക്ക് മതി എൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തിന്. ഈ സഹോദരി എന്തു ചെയ്യുന്നറിയാമോ? വീടിനടുത്ത് ഒരു ജോലി ഉണ്ടായിരുന്നു, അത് റിസൈൻ ചെയ്തു. പിന്നെ അദ്ദേഹത്തോട് പറയുകയാണ്: ഞാൻ ഒരു സ്ഥലത്തേക്കും പോകില്ല, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയാണ്. അദ്ദേഹം വീണ്ടും പറഞ്ഞു: നീ ജോലി റിസൈൻ ചെയ്തു, നീ വേറെ സ്ഥലങ്ങളിലേക്ക് പോകണം, പിന്നെ പതുക്കെ പതുക്കെ മനസ്സുകൊണ്ട് അകന്നോളും, നിനക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പറ്റും, നീ എന്നെ മറക്കണമെന്ന് വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങി. അദ്ദേഹം പറയുമ്പോൾ ആ സഹോദരി പറയുന്നൊരു കാര്യമുണ്ട്: ഇനിയും ഇങ്ങനെ പറയരുതേ എന്ന്, ഇനിയും ഇങ്ങനെ പറയരുതേ എന്ന്. എനിക്ക് ഈ രോഗത്തിൻ്റെ അവസ്ഥയിൽ പോലും നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാൻ സാധിക്കും, സ്നേഹിക്കുവാൻ സാധിക്കും.